ഗൗരവത്തിൽ ചോദിച്ച അറാബി. ഫൽതഫത ഇലൈഹി ഫളഹിക ثم അമറ ലഹു ബിഅതാ. സ്വന്തം ചുമലിൽ ചൂടോടെ ആ പുതപ്പങ്ങ് വലിച്ചത് കാരണം അവിടുത്തെ മിനുമിനുത്ത മേനിയിൽ ചെമന്ന ചോരപ്പാട് പോലെ അടയാളം പോലും ഉണ്ടായിരുന്നുവെന്ന് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ പിടിച്ച വലിയിൽ ഹബീബായ ദേഹത്ത് മുറിവ് പറ്റിയോ എന്ന് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ നമ്മൾ പുഞ്ചിരിച്ച് നോക്കാറുണ്ടോ? നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ഇല്ലെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്നവരെ നബിയെ, ഹബീബിനോട് മോശമായി പെരുമാറിയവരോട് പോലും, ഹബീബിനെ വേദനിപ്പിച്ചവരോട് പോലും, ഹബീബിനെ കൊല ചെയ്യാൻ വന്നവരോട് പോലും, അതായിരുന്നു ലോകത്തിന് കരുണയായി വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വഭാവം ഹബീബിൻ്റെ സ്വഭാവമായി മാറണം. അപ്പോഴാണ് നമ്മൾ ഹബീബിൻ്റെ ഉമ്മത്തികളായി മാറുന്നത്. കൽഹൃദയമാവരുത്. ഹൃദയത്തിനുള്ളിൽ ദയാവായ്പ വേണം, കരുണ വേണം. വിഷമങ്ങൾ കാണുന്നിടത്ത് ഹൃദയത്തിനുള്ളിൽ വെങ്ങൽ വേണം, വേദന വേണം. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ ദ്രോഹിക്കുന്നതും ആക്രമിക്കുന്നതും കാണുമ്പോൾ കേവലം ഒരു വീഡിയോ കാണുന്നതിനപ്പുറത്ത് പടച്ചവനെ ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ചോരയാണെന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഉമ്മത്തിലെ ഓരോ മെമ്പറോടും സ്നേഹമുണ്ടാവണമെന്ന് ഹബീബാ നബി തങ്ങൾ പറയുമായിരുന്നു. അവരുടെ വേദന നമ്മുടെ വേദനയാണ്, അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. മുഅ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ്. ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ ശരീരം മുഴുവനും പനി ബാധിച്ചുകൊണ്ട് ആ വേദനയിൽ പങ്കുചേരുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ആർക്കെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങളുടെ വേദനയാണത്, അവർക്കൊരു സന്തോഷമുണ്ടായാൽ അത് നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബി തങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് മഴയില്ലാതെ വന്നപ്പോൾ, മഴ കിട്ടാതെ വന്നപ്പോ ശഖന്നാസു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനോട് ജനങ്ങൾ പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, മൗലിദിൽ പുന്നാര നബി അങ്ങയോട് ഞാൻ പരാതി പറയുന്നു എന്ന് പറയുന്നത് പോലും ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ ഇത് കേൾക്കണം. ഹബീബായ നബി തങ്ങളോട് ശഖന്നാസു ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് എന്നവർ ഉദ്ധരിക്കുകയും പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന ഒരു ഹദീസ് പണ്ഡിതനുണ്ട് ഇമാം അൽബാനി, അദ്ദേഹം ഹസനാണെന്ന് പറയുകയും ചെയ്ത ഹദീസ്. അവർക്ക് തെളിവ് വേണമെങ്കിൽ ആ തെളിവ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശികായത്തു ഇലാ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിനോട് പരാതി പറയുമ്പോൾ അത് പാടില്ലത്രേ. എന്നിട്ട് ആയത്തിപ്പുറത്ത് യഖൂബ് നബി അലൈഹി സ്വലാം ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടം ഞാൻ അള്ളാഹുവിനെ ബോധിപ്പിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്. പുണ്യ നബിയോട് സ്വഹാബിമാർ ശിക്കായത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം പുറത്തു പോയോ? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമല്ലേ നമുക്കത് ബോധിപ്പിക്കാൻ കഴിയൂ. പുണ്യ നബിയോട് ശിക്കായത്ത് പറയണ്ടേ? ഹബീബാ നബി തങ്ങളോട് ശിക്കായത്ത് എത്ര വന്ന് പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാർ. അവരൊക്കെ ചെയ്ത് ശിർക്കാണോ? അവരൊക്കെ ചെയ്ത് ബിദ്അത്താണോ? എന്താ ചെയ്യുക? ഒരു വർത്തമാനം പറഞ്ഞത് മുഴുവൻ പറയിക്കാൻ വിടൂല, അപ്പോഴും ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി അവരെ വക. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക. ഒരു കാര്യം പൂർത്തിയായി പറയാൻ വിടാതെ അവനവൻ്റെ ആവശ്യത്തിനൊത്ത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതാ മൗലിദ് പാടില്ല, റബീഉൽ അവ്വൽ പാടില്ല, അത് ശിർക്ക്, അത് ബിദ്അത്ത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ശഖന്നാസു ഇലാ റസൂലില്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു. അതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിലെ ഈ വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേക അഷ്കൂ ഫീഹി യാ നബിയെ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ശഖന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മത്രി. ഹദീസുകൾ എടുത്തു നോക്കി. മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബി തങ്ങളോട് പരാതി പറഞ്ഞു, അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പുറത്തു പോയോ? ലക അഷ്കൂ എന്ന് പറയുമ്പോഴേക്കും അത് തെറ്റായിപ്പോയി. പൊന്നു സാധുക്കളെ, ഒന്ന് പഠിച്ചോളി. വിവരവും അറിവുമുള്ള ആലിമീങ്ങളും സാദാത്യങ്ങളും ആചരിച്ചും അനുവർത്തിച്ചും
അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി തന്നതിൻ്റെ പേരിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ അതൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കണത്. നിങ്ങൾ ഈ പൊട്ടും പൊടിയും കണ്ടിട്ടേ അതങ്ങ് നോക്കിയിട്ട് അവിടെ തന്നെ പിടിച്ചിട്ട് ഇതിനപ്പുറവും ഇപ്പുറവും കാണാതെ ഈ ഉമ്മത്തിൻ്റെ മേൽ ബിദ്അത്തും കുഫ്റും ആരോപിക്കല്ലേ. ഷക്കന്നാസു ഇലാ റസൂലില്ലാ, ജനങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ എടുത്തു നോക്കി, ഖുഹൂത്തുൽ മത്വരി, മഴ കിട്ടാതെ വന്നപ്പോൾ നബി തങ്ങളോട് സ്വഹാബിമാർ ശിക്കായത്ത് പറഞ്ഞു, ആവലാതി ബോധിപ്പിച്ചു. എന്താ കുഴപ്പം? ഇർതകബ്തു അലൽ ഖതാ, നബിയേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നബിയേ. ഗൈറ ഹസ്രിൻ വഅദദ്, കയ്യും കണക്കുമില്ലാതെ തെറ്റുകൾ ചെയ്തു പോയി നബിയേ. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഞങ്ങളുടെ നേതാവായ നബിയേ ആ വിഷയത്തിൽ ഞങ്ങൾ അങ്ങയോട് പരാതി പറയുകയാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരാതി പറയാൻ പാടില്ലേ? പരാതി പറഞ്ഞു എന്നല്ലേ ഹദീസ്. വസഹഹുൽ അൽബാനി, നിങ്ങൾക്കറിയാലോ അൽബാനിയെ, സ്വഹീഹ് അബൂദാവൂദ്, സുനൻ അബൂദാവൂദിലുള്ള സ്വഹീഹായ ഹദീസാണിത്. ഷക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തുൽ മത്വർ, മഴ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് അല്ലാഹുവിനോട് ചോദിച്ചാൽ പോരായിരുന്നോ? എന്നാൽ ഹബീബായ നബിയോട് എന്തിനവർ പരാതി പറഞ്ഞു? സ്വഹാബത്തിനറിയാം അതെവിടെയാണ് ബോധിപ്പിക്കേണ്ടത് എന്ന്. ഹബീബിനോട് പരാതി പറഞ്ഞൂടെ? തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ഫഅമറ ബിമിംബരിൻ ഫഫുളിഅ ലഹു ഫിൽ മുസല്ല, മഴയെ തേടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരു മിമ്പർ കൊണ്ടുവരാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവഅദ അന്നാസ യൗമൻ യഖ്റുജൂന മിൻ, ഒരു ദിവസം ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും വരണം, മഴയെ തേടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ പോവുകയാണ്. ഖാലത്ത് ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ബദാ ഹാജിബുശ് ശംസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം സ്വഹാബിമാരും പെണ്ണുങ്ങളും കുട്ടികളും പുണ്യനിബിതങ്ങളടക്കം എല്ലാവരും ഇസ്തിസ്ഖാഇന്റെ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി ആ മൈതാനത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ഫഖഅദ അലൽ മിമ്പർ, ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ ഇരുന്നു. ഫകബ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അല്ലാഹു അക്ബർ ചൊല്ലി, വഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ് ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും വസ്തിഖാറൽ മത്വരി അൻ ഇബ്ബാനി സമാനിഹി അൻകും ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിൽ കുഴപ്പമില്ല, ഈ വരികളാണ് കുഴപ്പമെന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഹദീസ് ഒന്ന് ചെവി തുറന്ന് കേൾക്കണമേ. പുണ്യനബി മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കാണിത്. ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ വെള്ളമില്ലെന്നും നിങ്ങൾക്ക് വെള്ളം ലഭ്യതയില്ലാതെയായിട്ടുണ്ട് എന്നും നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞല്ലേ. വസ്തിഖാറൽ മത്വരി അൻ ഇബ്ബാനി സബാനിഹി അൻകും, നിങ്ങൾക്ക് മഴ കിട്ടേണ്ട സമയം മഴ കിട്ടാതെ മഴ വൈകിപ്പോയത് നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞില്ലയോ? അത് ചെയ്യാൻ പാടില്ല എന്നാണ് നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ശിർക്കായി കുഫ്റായി നാം പറഞ്ഞു കൊടുക്കുന്നത്, ബിദ്അത്തായി നാം പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മഴ കിട്ടാത്തതിൻ്റെ വേദന നിങ്ങൾ എന്നോട് ബോധിപ്പിച്ചില്ലയോ? വഖദ് അമറക്കുമുല്ലാഹു അൻ തദ്ഉ, ഞാനതിന് പരിഹാരം പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ മിമ്പറിൽ ഇരിക്കുന്നത്. ഖദ് ശകൗതും ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും. ആരോട് ശിക്കായത്ത് പറഞ്ഞു? ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഹദീസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ശക്കന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂത്തുൽ മത്വർ, മഴ കിട്ടാൻ വൈകിപ്പോയത് നബിതങ്ങളോട് പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു. ഈ ഉമ്മത്തിന്റെ ബന്ധം അതല്ലേ ഹബീബിനോട്, ഹബീബുമായുള്ള ബന്ധമതല്ലേ? പരാതി പറയണ്ടേ ഹബീബിനോട്? ഹബീബിനോട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ശഫാഅത്ത് വേണം, നബിയോട് നേരിട്ട് ചോദിച്ചിട്ടില്ലേ സ്വഹാബിമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തിഖാറൽ മത്വരി അൻ ഇബ്ബാനി സമാനിഹി അൻകും, നിങ്ങൾക്ക് മഴ കിട്ടാൻ നേരം വൈകിപ്പോയി എന്നും നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞല്ലോ. വഖദ് അമറക്കുമുല്ലാഹു അൻ തദ്ഉ, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു റബ്ബിനോട് ദുആ ചെയ്തോളൂ. വവഅദകും അൻ യസ്തജീബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു മഴ തരുമെന്ന് അല്ലാഹു ഉറപ്പ് തന്നിരിക്കുകയാണ്. ثم قال, എന്നിട്ട് നബി തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت الغني ونحن الفقراء أنزل علينا الغيث
വജഅൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. മഴ കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ അതിന് മറുപടിയായി നബി തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. പുണ്യ നബിയോട് ശിക്കായത്ത് ചെയ്താൽ അത് ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകൾ കേൾക്കണമേ. ഇത് സ്വഹീഹായ ഹസ്സനഹുൽ അൽബാനി എന്ന ഹദീസാണിത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വാറോലല്ലേ പറഞ്ഞ ഹദീസാണിത്? സുനനിൽ വന്ന ഹദീസ്, സ്വഹീഹിൽ അല്ലെങ്കിൽ ഹസനിന്റെ സ്ഥാനത്തേക്ക് എത്തിയ ഹദീസാണിത്. പുണ്യനബി തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ ഒരു ഡിയറ്റിയും ലോകത്തിൽ അല്ലാഹു മാത്രമാണ്. യഫ്അലു മാ യുരീദ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അല്ലാഹു ചെയ്യും. അൻതല്ലാഹ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ആരാധനക്കർഹനായവൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ. അല്ലാഹുവേ, നീയാണ് മുതലാളി, നീയാണ് ധനാഢ്യൻ, ഞങ്ങൾ ദാരിദ്ര്യമുള്ളവരാ നബിയെ, ദരിദ്രന്മാരാണ്. അല്ലാഹുവേ, അൻസിൽ അലൈനൽ ഗൈസ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ തരണേ, ഞങ്ങൾക്ക് മഴ തരണേ. അല്ലാഹുവേ, അത് ദുരന്തമാവരുതേ. വജഅൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. അല്ലാഹുവേ, പ്രയാസമാവാത്ത മഴ ഞങ്ങൾക്ക് നൽകണമേ. സുമ്മ റഫഅ യദൈഹി. കയ്യുർത്തി ദുആ ചെയ്യുകയാണ്. ഫലം യസൽ ഫിൽ റഫഇ. കയ്യിങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ അവിടുത്തെ നീളം കുപ്പായത്തിന്റെ കയ്യങ്ങ് താഴെ വന്നപ്പോ ഹത്താ ബദാ ബയാദു ഇബ്തുഹി. നബി തങ്ങളുടെ ആംപിറ്റിന്റെ ഈ കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ ജനങ്ങൾക്ക് പിന്തിരിഞ്ഞു. നബി തങ്ങളുടെ പുറഭാഗം ജനങ്ങളിലേക്കായിട്ട് നബി തങ്ങൾ നിന്നു. എന്നിട്ട് അവിടുത്തെ നബി തങ്ങൾ മാറ്റി ചുറ്റി രണ്ട് കൈകളും ഉയർത്തുകയാണ്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നു. വനസല ഫസല്ല റകഅതൈൻ. എന്നിട്ട് മിമ്പറിൽ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഫഅൻഷ അല്ലാഹു സഹാബതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മേഘം കൊണ്ടുവരികയാണ്. ഫറഅദത്, ഇടിപൊട്ടി. വബറകത്, മിന്നലുണ്ടായി. സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്. ലോകാനുഗ്രഹിയായ പുണ്യ ഹബീബിന്റെ കരങ്ങളാൽ ഉയർത്തപ്പെട്ട പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. ഫലം യഅതി മസ്ജിദഹു ഹത്താ സാലസ്സുയൂൽ. മസ്ജിദുൻ നബവിയിലേക്ക് തങ്ങൾ എത്തുമ്പോഴേക്കും മഴവെള്ളപ്പാച്ചിലുകൾ വന്നിട്ടുണ്ട്. വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളെല്ലാവരും അവരുടെ കൂരകളിലേക്ക് ഓടിപ്പോകുന്നത് നബി തങ്ങൾ കാണുന്നു. അതുവരെ മഴയില്ല നബിയെ, മഴയില്ല എന്ന് ഹബീബിനോട് ശിക്കായത്ത് പറഞ്ഞിരുന്ന ആളുകൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി, ആ വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ വേണ്ടി അവരുടെ കൂരകളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ ളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു. ഹബീബായ നബി ചിരിച്ചു. അവിടുത്തെ അണപ്പല്ലുകൾ കാണപ്പെടും വരെ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഴ കിട്ടാതെ വരണ്ട് കിടക്കുന്ന നേരത്ത് മദീനയുടെ ആകാശലോകത്ത് മേഘങ്ങൾ എവിടുന്നോ പെട്ടെന്ന് ഒരുമിച്ച് കൂടുന്നതും മഴ പെയ്യുന്നതും സ്വഹാബിമാര് കണ്ടു, നബി തങ്ങൾ കണ്ടു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹുവിനെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വ അന്നീ അബ്ദുല്ലാഹി വ റസൂലുഹു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫലമ്മാ റആ സുർഅതഹും, ജനങ്ങളെ ധൃതി പിടിച്ച് ഓടുന്നത് കണ്ടപ്പോ, കാരണം സുർഅതഹും ഇലൽ കന്നി, കന്നി എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന സ്ഥലം, കൊച്ചു വീടുകള്, കൂരകൾ എന്നാണ്. എന്തിനാ നബി തങ്ങൾ ഇവിടെ ചിരിച്ചത്? കാന ളഹിഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജുബൻ മിൻ ത്വലബിഹിമുൽ മത്വറ ഇൽതിറാറാ. എന്തിന് നബി ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന്റെ മേൽ, അഹ്ലുസുന്നയുടെ മേൽ ബിദ്അത്ത് ആരോപിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്. ഇമാം ത്വയ്ബി റഹിമഹുല്ലാ എന്തിന് നബി തങ്ങൾ ചിരിച്ചു എന്നതിന് കാരണം പറഞ്ഞു. എന്താ കാരണം? കാന ളഹിഖുഹു തഅജ്ജുബൻ മിൻ ത്വലബിഹിമുൽ മത്വറ ഇൽതിറാറാ. നബി തങ്ങളോട് ഗതികെട്ട നേരം അവർ ഹബീബിനോട് വന്ന് മഴ വേണമെന്ന് ത്വലബ് ചെയ്തു.
ഹബീബായ നബി തങ്ങളോട് മഴ വേണം നബിയെ ഞങ്ങൾക്ക് എന്ന് ഹബീബിനോട് വന്ന് പരാതിപ്പെട്ടു. അങ്ങനെ നബിയോട് ഗത്യന്തരമില്ലാതെ ഹബീബിനോട് ശുപാർശ ചെയ്യാൻ വന്നവർ ഹബീബിനോട് ശിക്കായത്ത് ചെയ്യാൻ വരികയും എന്നിട്ട് അവര് തന്നെ മഴ കിട്ടിയിട്ട് വീടുകളിലേക്ക് ഓടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഹബീബായ നബി അത്ഭുതപ്പെട്ട് ചിരിച്ചതാണ്. ഹബീബായ നബി തങ്ങളുടെ സത്യസന്ധതയും അവിടുന്ന് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്നറിയിക്കാൻ വേണ്ടി അള്ളാഹു ആ ദുആഇന് ഉത്തരം കൊടുത്തത് കാരണവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇർതകബത്ത് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ തക്ഫീർ കൊണ്ടോ ഷിർക്ക് കൊണ്ടോ ബിദ്അത്ത് കൊണ്ടോ ചാപ്പയടിക്കരുത്. കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയമേ ഉള്ളൂ അത്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഇതുപോലെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഐനി റഹിമഹുല്ലാഹ്, ഹദീസ് വ്യാഖ്യാനം ചെയ്ത ആളാണ് ഇമാം ഐനി. വളഹിഖുഹു അലൈഹിസ്സലാം, പുണ്യനബി തങ്ങൾ ചിരിച്ചത് തഅജ്ജുബൻ മിൻഹും ഹീന ഇഷ്തഖൗ അവലൻ ബിഅദമിൽ മത്വരി, മഴ കിട്ടാതെ വന്നപ്പോൾ ആദ്യമേ അവരെ നബി തങ്ങളോട് പരാതി പറഞ്ഞവരാണ്. ഫലമ്മാ സുഖൂ, മഴ കിട്ടിയപ്പോൾ ഹറബു, അവർ ഓടുകയാണ് ഉണ്ടായത് അവരുടെ വീടുകളിലേക്ക്. ആദ്യമേ മഴ കിട്ടാതെ വന്നപ്പോൾ നബി തങ്ങളോട് അവർ പരാതി പറഞ്ഞില്ലേ? ഹീന ഇഷ്തഖൗ ലേഖ അഷ്കൂ ഫീഹിയ. എന്ത് ചെയ്യും? സ്നേഹം നഷ്ടപ്പെട്ടാൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കൽബിന് മഹബത്ത് ഇല്ലായ്മ ചെയ്തു പെട്ടുപോയാൽ അവർക്ക് ഇതിൻ്റെ മധുരമറിയുന്ന അപ്പം അങ്ങനെ തോന്നുന്നൊക്കെ പറഞ്ഞു വിടാണ്, എന്നിട്ട് ക്ലിപ്പുണ്ടാക്കി വിടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ചില വിഷയങ്ങളിൽ, കൗതുകമുള്ള വിഷയങ്ങളിൽ ഹബീബ് ഇടപെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നുറുങ്ങുകൾ, ചില തമാശകൾ. അബുൽ ഹസൻ മൗല ഉമ്മി ഖൈസ് ബിൻത് മിഹ്സൻ, ഉമ്മി ഖൈസ് റളിയല്ലാഹു അൻഹാ, ഉമ്മു ഖൈസ് ബീവി റളിയല്ലാഹു അൻഹാ, അതായത് ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ. അവർ പറയുന്നു, തൂഫിയ ഇബ്നി, എൻ്റെ മകൻ എനിക്ക് നഷ്ടമായി, എൻ്റെ മകൻ മരിച്ചുപോയി. ഫജസിഅതു അലൈഹി, എൻ്റെ മകൻ്റെ മരണത്തിൽ എനിക്ക് വല്ലാതെ വേദനയായി. ഫഖുൽതു ലില്ലദീ യുഗസ്സിലുഹു, എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, ലാ തുഗസ്സിൽ ബിനി ബിൽ മാഇൽ ബാരിദി ഫതഖ്തുലഹു, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു പോയി. കുട്ടി മരിച്ചിട്ടുണ്ട്, മരിച്ച കുട്ടിനെയാണ് കുളിപ്പിക്കുന്നത്. അപ്പോൾ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ ആ വെപ്രാളത്തിൽ, ബേജാറിൽ, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു, ആങ്ങള, സ്വന്തം സഹോദരൻ ഹബീബാ നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, മരിച്ച കുട്ടിനെ കുളിപ്പിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടിയെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, കുട്ടി മരിച്ചു പോകും കേട്ടോ എന്ന്. ഇത് നബി തങ്ങളോട് ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ഖാലത് ത്വാല ഉംറുഹാ, എന്താണ് ഉമ്മു ഖൈസ പറഞ്ഞത്? അവർക്ക് അല്ലാഹു ആയുസ് നൽകട്ടെ. അതിൽ ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു. തങ്ങളുടെ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കിട്ടി, ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു. ഫലാ നഅലമു ഇംറഅതൻ ഉമ്മിറത്, ഇത്രത്തോളം ആയുസ്സുണ്ടായിരുന്ന ഒരു പെണ്ണ് സ്വഹാബിയത്തുകളിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം. 120-നേക്കാൾ കൂടുതൽ കൊല്ലം ആ മഹദി ജീവിച്ചിട്ടുണ്ടെന്നാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ. ഒറ്റ ദുആ നബിയുടെ, മാ ഖാലത്, എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ത്വാല ഉംറുഹാ, അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ. അത്രയും ആയുസ് ആ ഒരൊറ്റ ദുആ കൊണ്ട് കിട്ടി. എന്താണാ പറഞ്ഞത്? എൻ്റെ കുട്ടി മരിച്ചു പോകുന്നോ? കുട്ടി മരിച്ച കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഇനി ചൂടും തണുപ്പായിട്ട് ഇനി മരണം വരാനില്ലല്ലോ, ഒരു മരണമല്ലേ സംഭവിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ വാക്കിൻ്റെ കൗതുകം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ഇതൊക്കെ രേഖപ്പെടുത്തുകയാണ്. എവിടെയാണ് അവിടുന്ന് ചിരിച്ചത്, എവിടെയാണെന്നും അവിടുന്ന് മൗനിയായത്, എവിടെയാണ് അവിടുന്ന് സങ്കടപ്പെട്ടത്, എവിടെയാണ് ഹബീബാ നബി തങ്ങൾ കരഞ്ഞത്, എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തേക്ക് അല്ലാഹു ആടുമാട് ഒട്ടകങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുന്ന ചരിത്രം പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ജാലിസൻ, ഹബീബായ നബി തങ്ങൾ ഇരിക്കുകയായിരുന്നു. വശാതാനി തഖ്തരിനാൻ, രണ്ട് ആടുകൾ അവിടെ, രണ്ട് ആടുകളില്ല, ആട്
വന്നിട്ടിങ്ങനെ കുത്തുകൂടുകയാണ്. അതിൽ ഒരു ആട് തൻ്റെ മറ്റേ ആടിനെ കൊമ്പുകൊണ്ട് കുത്തി വീഴ്ത്തുകയുണ്ടായി. ഹബീബാ നബി കണ്ട് ചിരിച്ചപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്. ഹബീബ് ചിരിച്ചത് ഒരാടിന് കുത്തുകൊണ്ടത് കണ്ടുകൊണ്ടല്ല, എന്തിന് ചിരിച്ചു എന്നതാണ് അത്ഭുതം. സ്വഹാബിമാര് ചോദിച്ചു, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ അങ്ങ് ചിരിച്ചത്? ഖാല അജിബ്തു ലഹാ, ആ കുത്തിയ ആടിനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. വല്ലദീ നഫ്സീ ബിയദി ലയുഖാദന്ന ലഹാ യൗമൽ ഖിയാമ, കുത്തുകൊണ്ട ആടിന്, ഈ കുത്തിയ ആടിൽ നിന്ന് അല്ലാഹു നാളെ പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ കാണുമ്പോൾ അത് ഓർത്തുകൊണ്ട് ചിരിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ, നിങ്ങൾ ഓരോരുത്തരും ഇടപാടുകൾ നാളെ പരലോകത്ത് വെച്ചെങ്കിലും തീർക്കേണ്ടി വരും, ഇടപാടുകൾ തീർക്കേണ്ടി വരും. ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാ മിനശ്ശാത്തിൽ ഖർന, ഖർന എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ആട്, ജൽഹ എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ആട്. കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് ദുന്യാവിൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പുള്ള ഉണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പെടുത്ത് ഇല്ലാത്തതിന് കൊടുത്ത് അതിന് ഖിസാസ് ചെയ്യാൻ, പ്രതികാരം ചെയ്യാൻ അല്ലാഹു അവസരം കൊടുക്കുകയും പിന്നെ അവരോട് കൂനൂ തുറാബ, മണ്ണായി മാറിക്കോളൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ജന്തുക്കളെ വരെ അല്ലാഹു നാളെ പുനർജന്മം നൽകുന്നുണ്ട്. അവരെ, മനുഷ്യരെ അല്ലാഹു തആല നാളെ പുനർജന്മം നൽകുന്ന പോലെ ജന്തുക്കൾക്കും അത് നൽകുന്നുണ്ട്. എന്നാൽ അവരുടെ വിചാരണ കഴിഞ്ഞാൽ കൂനൂ തുറാബാ, മണ്ണായി മാറിക്കോളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. വഇദൽ വുഹൂഷു ഹുശിറത്, അല്ലാഹു അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങളുടെ ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. ഏതൊരു സ്വഹാബിക്കാണോ കടം വിടാനുള്ള ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബിയാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. കടം കൊണ്ട് കുടുങ്ങിയ നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോഴല്ലേ നബി തങ്ങൾ ചോദിച്ചത്, അബൂ ഉമാമ എന്താണ് ഈ നേരത്ത്, നിസ്കാരം നടക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, എന്തേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ദുയൂനി വഹുമൂമി ലസിമത്നി യാ റസൂലല്ലാഹ്, നബിയെ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, അതുകൊണ്ടാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കുകയാണേ, 10 മിനിറ്റ് ഉള്ളൂ, അവിടെ ഞാൻ ഇൻഷാ അല്ലാഹ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ സങ്കടമാണ്, കടമുണ്ട്, ദുഃഖങ്ങളുണ്ട് നബിയെ, പുറത്തിറങ്ങാൻ വയ്യ. അപ്പോഴാണ് അലാ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പറഞ്ഞു തരാം. രാവിലെയും വൈകുന്നേരവും സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്തും മഗ്രിബിൻ്റെ നേരത്തും നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ കഫല്ലാഹു അൻക ദൈനക്, അല്ലാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും. വഅദ്ഹബ ഹമ്മക്, നിങ്ങളുടെ സങ്കടം അല്ലാഹു ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും ജനങ്ങൾ പിടികൂടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും എൻ്റെ കടം അല്ലാഹു ഞാൻ അറിയാത്ത വഴിയിലൂടെ വീട്ടി തന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻ മഹാനവറുകളാണ് പറയുന്നത്. ദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ചിരിച്ചു, ഒന്നുമില്ലായിരുന്നു. തങ്ങളിങ്ങനെ ചിരിച്ചപ്പോൾ ലോകത്തിൻ്റെ ഗുരുവാണ്, റസൂലാണ് ഹബീബായ നബി തങ്ങൾ. അവർ ചിരിക്കുന്നത് വഹയാണ്, സംസാരിക്കുന്നത് വഹയാണ്, ചിന്തിക്കുന്നത് വഹയാണ്, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അജ്ബതു മിൻ ഖൗമിൻ യുഖാദൂന ഫിസ്സലാസിലി ഇലൽ ജന്ന, ഞാൻ ചിരിക്കാൻ കാരണം ചില ആളുകളെ കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ചങ്ങലയാൽ സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. അങ്ങനുണ്ടോ?
ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നരകത്ത് കൊണ്ടുപോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ചങ്ങലയിലായി സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഞാൻ അവരെ ഓർത്ത് ചിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജിബ്തു മിൻ ഖൗമിൻ, മഹാനായ അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു ഖാൽ ലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ സംഭവം നബി തങ്ങളുടെ അടുത്ത് നിന്ന് കേട്ട സ്വഹാബിയാണ് അബൂ തുഫൈൽ തങ്ങൾ. ഒരു ദിവസം നബി തങ്ങൾ ചിരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അലാ തസ്അലൂനി മിമ്മ ലഹിക്തു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത്? ഖാലൂ യാ റസൂലല്ലാഹി മിമ്മ ലഹിക്ത്, ഞങ്ങൾ ചോദിച്ചു നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തു നാസൻ യുസാഖൂന ഇലൽ ജന്നതി ഫിസ്സലാസിൽ, ചങ്ങലകളിലായി സ്വർഗത്തിലേക്ക് വരുന്ന ചില ആളുകളെ ഓർത്ത് ഞാൻ ചിരിക്കുകയാണ്. ചങ്ങലകളിലായി സ്വർഗത്തിലേക്ക്. ഖുൽനാ യാ റസൂലല്ലാഹി മൻഹും, ആരാണവർ നബിയെ, ആരാണവർ? ഖാല ഖൗമും മിനൽ അജം, അറബി സംസാരിക്കാത്ത ചില ആളുകളാണവർ, അറബി സംസാരിക്കാത്തവർ. യസ്ബീഹുമുൽ മുഹാജിറൂൻ ഫയുദ്ഖിലൂനഹുമുൽ ഇസ്ലാം, യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെടുന്ന ചില ആളുകൾ, യുദ്ധത്തടവുകാരായി, വാർ ക്യാപ്റ്റീവ്സ്, വാർ പ്രിസണേഴ്സ്, യുദ്ധത്തിൻ്റെ തടവുകാരായി, ചിറപ്പുള്ളികളായി പിടിക്കപ്പെടുന്ന ആളുകളെ ചങ്ങലയിലായിട്ടാണ് കൊണ്ടുവരിക. സ്വഹാബിമാർ അവർ അഭിമുഖീകരിച്ച യുദ്ധങ്ങളിൽ ശത്രുപക്ഷം തോൽക്കുമ്പോൾ അവരിൽ തോറ്റോടുന്ന ആളുകളെ അടിമകളായി പിടിക്കപ്പെടും. മുസ്ലിമീങ്ങൾ തോറ്റാൽ ശത്രുക്കൾ അവരെ പിടിക്കും അടിമകളായിട്ട്. അത് യുദ്ധത്തിൻ്റെ നിയമമാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ കരങ്ങളാൽ അടിമകളാക്കപ്പെട്ട ആളുകൾ എന്ന് പേർഷ്യയിലുണ്ട്, റോമിലുണ്ടായിരുന്നു, അറേബ്യയുടെ അങ്ങേയറ്റങ്ങളിലുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത്തരം ആളുകളെ ചങ്ങലകളിലായി യുദ്ധത്തടവുകാരെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരികയും അവർ സ്വഹാബിമാരുടെ ജീവിതം കാണുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ആവണം എന്ന് പറയുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പുണ്യനബി തങ്ങൾ പറയുന്നു, അവരെ ചങ്ങലകളിൽ ബന്ധിച്ചാണ് കൊണ്ടുവന്നത്, എന്നാൽ അവർ സ്വമേധയാ ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ആളുകളെ ഓർത്ത് ഞാൻ ചിരിച്ചതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ദികളാക്കപ്പെട്ടത്, അവരെ ചങ്ങലയിൽ കൊണ്ടുവന്നത് അവർക്ക് ഖൈറായി മാറി. അവരങ്ങനെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവരൊരു പക്ഷേ കുഫറിലായി ജീവിച്ച് കുഫറിലായി മരിക്കുമായിരുന്നുവല്ലോ. എന്നാൽ അവർ ചങ്ങലകൾ ബന്ധിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാം അറിയുകയും പഠിക്കുകയും ആകൃഷ്ടരാവുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്ന ഒരു കൂട്ടം ആളുകളെ അജിബ്തു മിൻ ഖൗമിൻ യുഖാദൂന ഫിസ്സലാസിൽ ഇലൽ ജന്ന. ഹബീബിന് സ്വർഗം കിട്ടുന്നതിനേക്കാളും സന്തോഷമുള്ള എന്താണുണ്ടായത്? ഹബീബ് ഒരുപാട് ആളുകളുടെ ഇസ്ലാം ആശ്ലേഷണത്തിൽ ഒരുപാട് സന്തോഷിച്ചവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മഹാനായ ഇക്രിമ തങ്ങൾ യമനിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. തൻ്റെ ഭാര്യയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. ഭാര്യ മുസ്ലിമത്തായിരുന്നു. ഇക്രിമയോട് പറഞ്ഞു, ഇക്രിമ നിങ്ങൾ ബുദ്ധിയുള്ള ആളല്ലേ, ഇസ്ലാം സ്വീകരിച്ചൂടെ? ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമായി വരുന്ന വിവരം അറിഞ്ഞപ്പോൾ അവിടുത്തെ മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുകയും തലയിൽ നബി തങ്ങൾ വെച്ചിരുന്ന തട്ടം പോലും അണിയാതെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ ഓടി ചെല്ലുകയും കെട്ടിപ്പുണരുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? സാക്ഷാൽ അബൂജഹലിൻ്റെ മകൻ. അബൂജഹലിൻ്റെ മകനാണിത്. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ അങ്ങനെ അറിയപ്പെടുക. വാപ്പ കൊടിയ മുശ്രിക്കാണ്, പക്ഷേ മകൻ സ്വഹാബിയാണ്, ഷഹീദുമായിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്രമേൽ സന്തോഷമുണ്ടായ രംഗം വേറെയില്ല. അവർക്ക് ഷഹാദത്ത് ലഭിക്കുകയാണ്, അവരുടെ ആഖിറവും ദുനിയാവും രക്ഷപ്പെടുകയാണ്. അബൂ ത്വാലിബ് എന്ന നബി തങ്ങളുടെ മുത്താപ്പയോട് നബി തങ്ങൾ എത്രയാണ് സങ്കടപ്പെട്ട് പറഞ്ഞത്. യാ അമ്മി യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ നുഹാജ്ജു ലക ബിഹാ ഇൻദ റബ്ബി. എൻ്റെ വാപ്പാ, എൻ്റെ മുത്താപ്പ, നിങ്ങൾ കലിമ ചൊല്ലേണമേ. ആ കലിമ ചൊല്ലിയാൽ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിച്ച് ജയിച്ച് നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ആ കലിമ ചൊല്ലാതെ മരിച്ചതിൽ ഹബീബ് സങ്കടപ്പെട്ടത് വളരെ വലുതാണ്. വല്ലാതെ ക്ഷീണിച്ചിരുന്നു നബി തങ്ങൾ, സങ്കടപ്പെട്ടിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത
ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് എടുത്തു കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല. ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റൂ, കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഹിദായത്ത് അർഹിക്കുന്നവർക്കാണ് കൊടുക്കുന്നത് നബിയേ. അതർഹിക്കാത്തത് കാരണം അബൂ ത്വാലിബിന് കൊടുത്തില്ല. അതിലങ്ങ് സങ്കടപ്പെടരുതേ എന്ന് പോലും അള്ളാഹു ആയത്തിറക്കി. ഹബീബിന്റെ സന്തോഷം ഈ ഉമ്മത്തിന് ഈമാൻ കിട്ടലാണ്, നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കലാണ്. ലോകത്തോട് വിട പറയുമ്പോൾ പുണ്യനബി പറഞ്ഞ വാക്ക്, സ്വഹാബികളെ ഞാൻ പോവുകയാണ്, ഞാൻ പോവുകയാണ്. അന ഫറതുകും ഇൻദൽ ഹൗദ്, നിങ്ങൾക്ക് വേണ്ടി ഹൗദൽ കൗസറിന്റെ അടുത്ത് ആദ്യം പോയി നിൽക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോകുന്നത് സ്വർഗത്തിൽ കയറിയിരിക്കാനല്ല, ഞാൻ പോകുന്നത് നിങ്ങൾ ഹിസാബ് കഴിഞ്ഞ് ദാഹിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഹൗദൽ കൗസറിന്റെ വെള്ളം തരാനാണ്. അല്ലാഹു അർഹിക്കുന്നവരിൽ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ലല്ലോ. അല്ലാഹുമ്മ ർസുഖ്നാ ബിയദിഹി ശർബതൻ ഹനീഅതൻ മരീഅതൻ മിൻ ഹൗദിൽ കൗസരി ശർബതൻ ലാ നളുമഉ ബഅദഹാ അബദാ. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. സ്വഹാബിമാർ ചോദിച്ചല്ലോ, നബിയെ അങ്ങ് ഞങ്ങളോട് യാത്ര പിരിഞ്ഞ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ എവിടെയാ നബിയെ? നാളെ മശ്റയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്ന കൂട്ടത്തിൽ അങ്ങയെ ഞങ്ങൾ എവിടെ വെച്ച് കാണാനാ നബിയെ? ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? അവർ അവിടുന്ന് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഒന്നുകിൽ സിറാത്ത് കടക്കുമ്പോൾ, സിറാത്ത് പാലം കടക്കുമ്പോൾ നരകത്തിന്റെ മീതെ വാളിനേക്കാൾ മൂർച്ചയുള്ള, മുടിയേക്കാൾ നേരിയത്, അഹദ്ദു മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ ആ ഒരു നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലത്തിലൂടെ കടന്നു പോകണമല്ലോ. ആ പാലത്തിന്റെ അരികത്ത് ഞാനുണ്ട്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. അവിടെ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അമല് തൂക്കി നോക്കുന്ന മീസാനിൻ്റെ അടുത്ത് ഞാനുണ്ടാകും. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തികളുടെ അമലുകളാണ് രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ മീസാനിൻ്റെ അടുത്തുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കാത്തിരിക്കുകയാണ്. ഹൗദൽ കൗസറിൻ്റെ അടുത്ത് ഞാനുണ്ടാകും. അവിടെ കണ്ടില്ലെങ്കിൽ സിറാത്തിൽ കണ്ടില്ലെങ്കിൽ മീസാനിൻ്റെ അടുത്ത്. ലാ തുഖ്തിഊനി ഫി ഹാദിഹിൽ മവാദിഇ സലാസ്, ഈ 3 സ്ഥലങ്ങൾ ഒരിടത്ത് ഞാനുണ്ടാകും. അതുകൊണ്ട് എന്നെ കാണണം, എന്നെ വന്ന് കാണണേ. ഞാൻ അവിടെ നിങ്ങളെ കാണാൻ പോവുകയാണ്, നിങ്ങളെ കാത്തിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ നമ്മളോട് യാത്ര ചോദിച്ച നമ്മുടെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇദൻ ലിസുഹബി സ്വലാത്തിൻ മിൻക ദായിമത്തിൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി പിരിയാണ്. കഴിഞ്ഞു. ഞാൻ തുടങ്ങിയത് 10 മണിക്കായിരുന്നു. 10:05 12:05 സമയമായി. ഇതിലേറെ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് നിർത്തിയതാണ്. ഒന്ന് ബുർദയിൽ അവസാന വരികൾ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആ ഒരു വരികൾ ചൊല്ലുകയാണ്. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في الدارين إن له صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإذا لسحب صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقاء والحلم والكرم مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم ما رنحت عذبات الباني ريح صبا وأطرب العيس حاد العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي يا ربي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه. ഇരിക്കണേ ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. നമ്മുടെ ഈ നാട്ടുകാരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിലുള്ള ഷൗക്കത്ത് സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീടാണ് ഇവിടെ. അദ്ദേഹത്തിൻ്റെ അമ്മോഷനും അമ്മായിമ്മയും മരണപ്പെട്ടവരാണ്. ഒരു അമ്മായിയും പിന്നെ അവരുടെ വേറൊരു ബന്ധുവും ഒരു ഭാര്യയുടെ ജ്യേഷ്ഠത്തെയും. അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്ന ഇവിടുത്തെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഒരുപാട് അപ്പന്മാരും ബന്ധുക്കളൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും ഉന്നത വിജയവും എല്ലാവിധ ഖൈറും തഖ്വയും ഈമാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട ഉപ്പാക്കും മുത്തച്ഛനും അമ്മോശനും ദുആ ചെയ്യാൻ 2000 രൂപ സംഭാവന റബ്ബേ നീ കബൂൽ ചെയ്യണേ. ഇവിടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ അതെ നമ്മുടെ നൗഫൽ ഹുദവി ഒരു ഈ നാട്ടുകാരന് ഭയങ്കരമാണെന്നില്ല. നൗഫൽ ഹുദവി ദുബൈയിൽ വെച്ചിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. പിഞ്ചു കുഞ്ഞിനെ പോലും കാണാൻ പറ്റിയില്ല. കുഞ്ഞ് പ്രസവിച്ച് 2-ാം ദിവസം അങ്ങനെ വഫാത്താകുന്നു. യാ റബ്ബ് അള്ളാഹുവെ വിധവയായ ആ സഹോദരിയും യതീമുകളായ മക്കളെയും അള്ളാഹു നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ. ജംഷാദ് കടാമ്പുഴ ക്യാൻസർ ബാധിച്ച് വിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബേ, ഷിഫ കൊടുക്കണേ റബ്ബേ. ഈ മദ്ഹ് പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയ അഷ്റഫുൽ ഖൽഖിനെ അനുസ്മരിച്ച ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ പുണ്യമായി ഹദറത്തിൽ സയ്യിദന്മാരും സാദാത്യങ്ങളും ചാലിമീങ്ങളും സാദുമാരും മുഹബ്ബീങ്ങളും ഇരിക്കുന്ന ഈ സദസ് അള്ളാഹുവെ പരിഗണിച്ചുകൊണ്ട് നീ ഷിഫ നൽകണേ തമ്പുരാനെ. ഉപ്പാൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അള്ളാഹുവെ അവരുടെ ഉപ്പയുടെ ഉമ്മാക്ക് റബ്ബേ അള്ളാഹു നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. അസുഖങ്ങൾ മാറാനും മരണപ്പെട്ട ഭർത്താവിനും മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാനും സംഭാവന ചെയ്തിട്ടുണ്ട് റബ്ബേ. നീ ഷിഫ കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ട ഭർത്താവിന് മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ റഹ്മാനെ. അവരുടെ ഉപ്പാക്ക് വയറ്റിൽ പുണ്ണാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തുണ്ട് റബ്ബേ. ഉപ്പാക്ക് നീ ഷിഫ കൊടുക്കണേ റബ്ബേ. പിഞ്ചു മക്കളുള്ള ഒരു സഹോദരിയുടെ മകൾ, അവരുടെ മകൾക്ക് കുട്ടികളുണ്ട്. ആ മകൾക്ക് ബ്രെയിൻ ട്യൂമറാണ്. പ്രത്യേകം ദുആ ഇറക്കാൻ വേണ്ടി വസിയത്തുണ്ടായിരുന്നു. ഇന്ന് ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ്. അല്ലാഹുവേ പരിപൂർണമായ ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും നൽകണമേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ഓൺലൈനിൽ നമ്മുടെ വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ ഈ സദസ്സിൽ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എത്താൻ പറ്റിയില്ല, മനസ്സുകൊണ്ട് ഇവിടെ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ അള്ളാഹു അവർക്കും പിന്നീട് ഈ പരിപാടികളൊക്കെ കേൾക്കുന്നവരുണ്ടാകാം. എല്ലാവർക്കും അള്ളാഹുവേ അവരുടെ മുറാദുകളെ ഹാസുലാക്കുകയും പാപമോചനം നൽകുകയും ഷിഫ നൽകുകയും നിൻ്റെ റഹ്മത്തിന്, നിൻ്റെ ഇഹ്സാനിന്, നിൻ്റെ ഫദ്ലിന് അർഹതയുള്ളവരായി നീ മാറ്റണമേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. റഹ്മാനായ റബ്ബേ അള്ളാഹു ഈ സദസ്സിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഈ സദസ്സിനെ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണമേ റഹ്മാനെ.
അള്ളാഹു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ നിരുപാധികം മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, ഞങ്ങളോട് പൊറുക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾക്ക് നിൻ്റെ ഫضലും നിൻ്റെ റഹ്മത്തും നിൻ്റെ ഔദാര്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് നിറക്കണമേ അള്ളാഹ്, നിന്നോടുള്ള മഹബത്ത് കൊണ്ട് നിറക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളോട്, സജ്ജനങ്ങളോട്, സദാത്യങ്ങളോട്, അഹ്ലുബൈത്തിനോട്, ഉലമാഇനോട്, മുതഅല്ലിമീങ്ങളോട്, ദീനിൻ്റെ ഖാദിമീങ്ങളോട്, ഉമറാക്കളോട് അള്ളാഹുവെ സ്നേഹമുള്ളവരാക്കണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിലേക്ക് ചേർക്കണമേ അള്ളാഹ്. അവരുടെ സ്വഹബത്ത് നൽകണേ പടച്ചവനെ. നിൻ്റെ ഹബീബിൻ്റെ മുഹിബ്ബീങ്ങളുടെ കൂടെ ഇരുത്തേണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് ഹുബ്ബും ഇത്തിബാഉം പഠിപ്പിച്ച മഹാനായ ശൈഖുൽ മർഹൂം അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അള്ളാഹു മഹാനവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി ഉയർത്തിക്കൊടുത്തവരുടെ സ്ഥാനത്തെ നീ ഉയർത്തിക്കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെയും അല്ലൈനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയായി ഒരുപാട് സംഭാവന ചെയ്തവരുണ്ട്. റഹ്മാൻ റഹീമേ, അവരൊക്കെ നീ സഹായിക്കണമേ തമ്പുരാനെ. ആരൊക്കെ ഈ സ്ഥാപനത്തെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കാൻ നിയ്യത്ത് ചെയ്തുവോ, 2000 രൂപ ഏറ്റെടുക്കാൻ നിയ്യത്ത് ചെയ്ത ആളുകൾ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സർവ്വ ഖൈറും ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു നീ സ്വീകരിക്കണമേ റബ്ബേ. ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനം നൽകണേ പടച്ചവനെ. അവിടുത്തെ ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നാളെ യഖ്ലത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ദുനിയാവിൽ സിയാറത്തിന് തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ റൗളയിൽ ഒരുപാട് തവണ ചെന്ന് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. മക്കയിൽ ചെന്ന് ഹജ്ജും ഉംറയും എല്ലാവിധ അമലുകളും ചെയ്യാൻ 2 ഹറമൈനുകളിലും സാലിസുൽ ഹറമൈനിയായ മസ്ജിദുൽ അഖ്സയിലെത്താനും ഒക്കെ ഞങ്ങൾ തൗഫീഖ് നൽകണമേ റഹ്മാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങൾ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്, ശിഫ നൽകണേ പടച്ചവനെ. തലവേദനയുള്ളവർ, ഉരവേദനയുള്ളവർ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല അസുഖങ്ങളും ബാധിച്ചവർ അള്ളാഹു നീ അവർക്കൊക്കെ ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹു എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയുടെ ഉമ്മ അസുഖത്തിലാണ്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. സലാമത്ത് നൽകണമേ തമ്പുരാനെ, ശിഫ നൽകണമേ തമ്പുരാനെ, ശിഫ നൽകണമേ തമ്പുരാനെ. വിജാഹി വഹഖ് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാൻ റഹീമേ, ഒരുപാട് ആളുകൾ രോഗികളാണ്. പലതരത്തിൽ ഡോക്ടർമാർക്ക് പോലും മനസ്സിലാവാത്ത രോഗങ്ങൾ, സെഹർ കൊണ്ടും ഐന് കൊണ്ടും ഇൻസിയും ജിന്നിയും അർളിയും സമാവിയുമായി ഏതെല്ലാം രോഗങ്ങളുണ്ട് റബ്ബേ, നീ എല്ലാറ്റിനും ശിഫ നൽകാൻ കഴിയുന്നവനാണ്. വഅന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബ ബന്ധങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് റബ്ബേ, സലാമത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കളെ കാണാൻ കഴിയാതെ വേദനിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ആ മനസ്സുകൾക്ക് നീ ശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബങ്ങളിലും വീടുകളിലും പ്രശ്നങ്ങളുള്ളവരുണ്ട് റബ്ബേ, നീ പരിഹരിക്കണേ തമ്പുരാനെ. സ്നേഹം കൊണ്ട് ഞങ്ങളെ ആവരണം ചെയ്തവരാ ഞങ്ങളുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം കിട്ടണമെങ്കിൽ ഈമാൻ വേണമെങ്കിൽ സ്നേഹം വേണം എന്ന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ കൽബുകളിലേക്ക് നീ ലുത്ഫും റിഫ്ഖും മഹബ്ബത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക്, ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ ഞങ്ങളുടെ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അതിൽ ആരോഗ്യപരമായ വിഷമങ്ങളുള്ളവരുണ്ട് റബ്ബേ, നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. പിഞ്ചു മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട് റബ്ബേ, ആ മക്കളെ നീ ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണമേ റഹ്മാനെ. പ്രായമുള്ള ഉമ്മമാരുണ്ട് റബ്ബേ, നീ ആഫിയത്തും സലാമത്തും കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും സലാമത്തും തഖ്വയും ഈമാനും സർവ്വ ഐശ്വര്യവും വർദ്ധിപ്പിക്കണമേ പടച്ചവനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റഹ്മാനെ. അവിടെ ഖബറുകളെ നീ വിശാലമാക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ ഞങ്ങൾ വേർപെട്ടുപോയി റഹ്മാനെ. അവിടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ദുനിയാവിൻ്റെ വിജയത്തിനും നാളെ ആഖിറത്തിൻ്റെ വിജയത്തിനും കാരണമായ എല്ലാവിധ അസ്ബാബുകളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഈ ദുനിയാവിൻ്റെയും നാളെ ആഖിറത്തിൻ്റെയും ഖുസീ ദലാലത്തിന് ഖുസ്റാനിന് കാരണമായേക്കാവുന്ന എല്ലാവിധ അസ്ബാബുകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നിൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ വഹിദ് കലിമതനാ വഹിദ് സുഫൂഫനാ. അല്ലാഹുവേ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശബ്ദത്തെ ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. മനസ്സുകളെ യോജിപ്പിക്കണമേ തമ്പുരാനെ. ഫിത്നകൾ അകറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളുടെ സുഹബത്തിലേക്ക് എടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന സമസ്തകല ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, സദാത്യങ്ങൾ, അവർക്കൊക്കെ നീ ഹിഫ്ദ് നൽകണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന് ആത്മീയ നേതൃത്വം നൽകുന്ന പാണക്കാട് കുടുംബം, അവിടുത്തെ സദാത്യങ്ങൾ അല്ലാഹുവേ നീ നിൻ്റെ കാവലിലാക്കണമേ തമ്പുരാനെ. ദീനിൻ്റെ ഖാദിമീങ്ങളായ മറ്റു സദാത്യങ്ങളും സയ്യിദന്മാരും ഉമറാക്കളും ഉലമാക്കളും മുതഅല്ലിമീങ്ങളും അല്ലാഹുവേ, ഞങ്ങളുടെ മആഹിദുകളും മദാരിസുകളും മസാജിദുകളും ഞങ്ങളുടെ മുഅസ്സസാത്തുകളെയും അല്ലാഹുവേ നീ എല്ലാ ഫിത്നയിൽ നിന്നും കാക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ വഹിദ് കലിമതനാ, അല്ലാഹുമ്മ ഇഹ്ഫദ്നാ, അല്ലാഹുമ്മ അയ്യിദ്നാ ബിൽ ഹഖ് വഅയ്യിദിൽ ഹഖ് ബിനാ. اللهم خذ بأيدينا ونواصينا إليك أخذ الكرام عليك. اللهم ردنا والمسلمين خاصة شبابنا وبناتنا وأولادنا إلى دينك ردا جميلا. اللهم عزنا وعز جندك وكلمتك إلى يوم الدين. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. اللهم إنا نعوذ بك من الهم والحزن، ونعوذ بك من العجز والكسل، ونعوذ بك من الجبن والبخل، ونعوذ بك من غلبة الدين وقهر الرجال. ربنا آتنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجمع شملنا واجعل اللهم آخر كلمتنا من هذه الدنيا كلمة لا إله إلا الله. توفنا وأنت راض عنا مسلمين وألحقنا بالصالحين واجعل لنا صحبة الصالحين في البرزخ يا رب العالمين إلى يوم القيامة. اللهم احشرنا مع المتقين. اللهم احشرنا في زمرة نبيك محمد صلى الله عليه وسلم والأنبياء أجمعين والصالحين والشهداء والصادقين. اللهم أدخلنا الجنة مع الأبرار. اللهم لا تحرمنا لذة النظر إلى وجهك والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة بجاه وحق نبيك سيدنا محمد صلى الله عليه وسلم وبحق هذا المجلس الكريم وبحق الملائكة الكرام وسائر المتوجهين إليك في هذه الساعة يا رب العالمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഒരു ചെറിയ പ്രകാശന ചടങ്ങ് ഇവിടെ ഉണ്ട്. നമ്മളെ കുട്ടികൾ പിന്നെ യൂണിയൻ ഉണ്ടാക്കിയ ഒരു പിന്നെ ലോഗാണ്. അപ്പോൾ അത് പ്രകാശനം ചെയ്യണം. ഒരു പരിപാടി കഴിയുമ്പോൾ കഫാറത്തുൽ മജ്ലിസ് എന്ന് പറഞ്ഞ ദിക്റുണ്ട്. അതെല്ലാവരും ചൊല്ലിക്കോളി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറ. നമ്മുടെ ദുആകൾ ഉൾപ്പെടുത്തണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈർ. നല്ല മൈക്കായിരുന്നു, നല്ല സൗണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് യാത്രാക്ഷീണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടില്ല.